ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ 7 തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം 23 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. തീർച്ചയായും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷെ വളരെയേറെ നിരാശപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. വളരെ മോശമായിരുന്നു. ഇതുവരെയുള്ള ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും മോശം ദിവസമായിരുന്നു ഇന്നലത്തേത്. എന്താണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത്? സത്യം പറഞ്ഞാൽ ബോറടിച്ച് എണീറ്റ് ഓടാനാണ് തോന്നിയത്. സാധാരണ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ വളരെയേറെ ഉഷാറോടെ സന്തോഷത്തോടെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ ഒരു ചതഞ്ഞ ദിവസമായിരുന്നു. അതായത് ഒരു ഒഴുക്കൻ മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് ഷാനവാസിനെയും അനുമോളെയും ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആര്യൻ, നെവിൻ, അക്ബർ ഇവരെ തഴുകുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല വിഷയങ്ങളും ചുമ്മാ അങ്ങ് വിട്ടുകളയാണ്. ആദ്യം തന്നെ ഷാനവാസിനിട്ട് ഒരു പണി. എന്തിനാണ് ഷാനവാസിനെ കുത്തി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് ആദിലയോടും നൂറയോടും ഷാനവാസിന് ദേഷ്യമാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നു. അവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ഷാനവാസ് പ്രതികരിച്ചിട്ടില്ല. ഷാനവാസ് പറഞ്ഞത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ, അത് ചെയ്തു എന്ന് ആദില കള്ളം പറഞ്ഞത് കൊണ്ടാണ് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായത്. ഇവിടെ ലാലേട്ടൻ പറയുന്നത് വേറൊരു വിഷയമാണ്. അനീഷിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി സംസാരിക്കുന്നു ഷാനവാസിന്റെ കുറ്റങ്ങൾ പറയാനായി. അതെന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ടാണ് ബിഗ് ബോസ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഷാനവാസിനെ മനഃപൂർവ്വമായിട്ട് ഒന്ന് ഇരുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അനുമോളെ, ഇന്നലെ അനുമോൾ എന്ത് പറഞ്ഞാലും അതിനെ കോമഡിയാക്കുകയാണ് ലാലേട്ടൻ. അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാവാത്തതുപോലെ തമാശയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അനുമോൾക്കത് വലിയ ക്ഷീണമാണ്. അനുമോളെ നാറ്റിക്കുന്നത് പോലെയാണ് ഇന്നലെ കാണിച്ചത്. ഇന്നലെ ഒരുപാട് വിഷയങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്. അതൊക്കെ ചുമ്മാ അങ്ങ് വിട്ടുകളയുകയാണ് ചെയ്തത്. അക്ബറിനെയും ആര്യനെയും അങ്ങ് തഴുകി തലോടി വിടുന്നു. നെവിൻ എന്തു പറഞ്ഞാലും ലാലേട്ടന് പ്രശ്നമല്ല. അതായത് നെവിൻ പലപ്പോഴും അവിടെ തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തമാശ കളി വളരെ സിമ്പിളായി വിട്ടുകളയുന്നു. ഷാനവാസ് ഒന്ന് കൈപൊക്കിയപ്പോൾ അത്രയേറെ ചൂടായ ലാലേട്ടൻ എന്തുകൊണ്ട് നെവിനെ ഇത്ര നിസാരമായി വിട്ടുകളയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം തമാശയായി എടുക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ ലാലേട്ടൻ ഇന്നലെ സംസാരിക്കാനുണ്ടായിരുന്നു, വളരെ സീരിയസ് ആയി തന്നെ. അക്ബർ അനീഷിന്റെ തലക്കടിച്ചു. അതെന്തിനു വേണ്ടി? അനീഷ് അക്ബറിനെ കടിച്ചു എന്നതിന്റെ പേരിൽ. അതിനെക്കുറിച്ച് സംസാരിക്കും വളരെ സീരിയസ് ആയി തന്നെ. അനുമോളുടെ ഇഷ്യൂ, അതായത് അനുമോൾ അക്ബർ ഇഷ്യൂ, അക്ബർ ബസ്സിലെ ഞരമ്പനെ പോലെയാണ് തോന്നിയത്. ആ ഇഷ്യൂ വളരെ സീരിയസ് ആയി എടുക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എടുത്തില്ല, തഴുകി തലോടി വിടുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, ഈ വിഷയത്തെ അവിടെ വലിയ വഴക്ക് നടക്കുന്നു. അക്ബർ അനീഷ് വഴക്ക്. അനീഷ് പറയുന്നു മലയാളത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. അവിടെ അക്ബർ പറയുന്നുണ്ട് മലയാളത്തെ ഞങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നീ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നീ മാത്രമാണ് അത് ചെയ്യുന്നത്, ഞങ്ങളെല്ലാവരും മലയാളത്തെ എതിർക്കുകയാണ് എന്ന തരത്തിലാണ് എന്ന് അക്ബർ പറയുന്നുണ്ട്. അതായത് ആദ്യം ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് അത് സുപ്രഭാതമാക്കി മാറ്റിയത്. അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരും അങ്ങനെ പറയണം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അനീഷിന് ആദ്യം തന്നെ അത് പറഞ്ഞൂടെ? ആ വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അക്ബറിനോട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അനീഷ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറയുന്നു ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു എന്ന്. അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാം, അത് സംസാരിക്കുന്നില്ല. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അതിനെക്കുറിച്ച് സംസാരിക്കാം, അത് സംസാരിക്കുന്നില്ല. നെവിൻ അന്ന് ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ കാണിച്ച വൃത്തികേടുകൾ, അതിനെക്കുറിച്ച് സംസാരിക്കാം, അതും സംസാരിച്ചില്ല. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മോശം, ദുരന്തമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നെങ്കിലും നന്നായാൽ മതിയായിരുന്നു. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നത് ആരായിരിക്കും? പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ ലക്ഷ്മി, ഇവരിൽ ഒരാളായിരിക്കും പുറത്താവുക എന്ന് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഇവരിൽ ഒരാൾ തന്നെയാണ്. അത് ആരാണ് എന്ന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നിരുന്നാലും ഒരു ത്രില്ലിരുന്നോട്ടെ. ഇന്നെങ്കിലും നന്നായാൽ മതിയായിരുന്നു എപ്പിസോഡ്. ഇന്നലെ വളരെ മോശം, വളരെ ശോകം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.